Good morning and good evening. How are you everybody? പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ട്രാൻസ്മിറ്റിനെ കുറിച്ചാണ്. Today I would like to speak about transmit. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പകർച്ചയിലേക്ക് ദൈവം നയിക്കാൻ പോകും. In your life, God is going to lead you for an impartation. 1 രാജാക്കന്മാർ 19 പഠിക്കുമ്പോൾ When we study 1 Kings chapter number 19 verse number 19, ഏലിയാവ് തന്റെ പുതപ്പ് എലീശയുടെ മേലിട്ടു. Elijah put his mantle upon Elisha. അത് എലീശയുടെ മേൽ ഒരു പകർച്ചയായി മാറി. It brought an impartation upon Elisha. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വടിയിലൂടെ പകർച്ച സംഭവിക്കും. The rod what you have in your hand, the impartation will take place. മാൻഡിൽ പുതപ്പിലൂടെ പകർച്ച Through the mantle, impartation will take place. ആമേൻ. നിങ്ങളുടെ ജീവിതം വളരെ ദൈവം മാറ്റിമറിക്കാൻ പോകും. God is going to turn around your life. ആമേൻ. 2 രാജാക്കന്മാർ 2:8 പഠിക്കുമ്പോൾ When we study 2 Kings chapter number 2 verse 8, ആമേൻ, ഏലിയാവ് യോർദാനെ അടിച്ചപ്പോൾ when Elijah smote the river Jordan, ആമേൻ, ജോർദാൻ രണ്ടായി മാറി. Jordan departed. ഉടനെ ഈ പുതപ്പിനകത്തൂടെ പകർച്ച സംഭവിക്കുന്നു. Through that mantle, impartation take place. അത് കഴിഞ്ഞ് ഏലിയാവും എലീശായും യോർദാൻ കടന്നുപോയി. After that, Elijah and Elisha they crossed the river Jordan. എന്നാൽ ഏലിയാവിനെ ദൈവം അഗ്നിരഥങ്ങളും അശ്വങ്ങളും അയച്ച് എടുക്കുവാനിടയായി. God taken Elijah with a fiery chariot. എന്നാൽ ഏലിയാവിൽ നിന്ന് താഴേക്ക് വീണ പുതപ്പ് എലീശ ചാടിയെടുത്തു. Elisha took the mantle that he received from Elijah. അവൻ ആ പുതപ്പുമായി അവൻ പോയ വഴിയെ തന്നെ തിരിച്ചു വന്നു. And now he was returning back to the same place where he അവൻ went വന്ന through. വഴിയിൽ അവൻ അങ്ങോട്ട് പോയപ്പോൾ രണ്ടായ യോർദാൻ വീണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. Now he saw the departer Jordan was running together. എന്നാൽ എലീശ ചെയ്തത്, Then what Elisha did is ആ പുതപ്പെടുത്ത യോർദാനെ വീണ്ടും he അടിച്ചു. took the mantle and smote the Jordan again. അവൻ ഏലിയാവിന്റെ ആ പുതപ്പിനകത്തുനിന്ന് ഒരു പകർച്ച എലീശായിൽ ചെന്നു. ആ ഏലിയാവിന്റെ കയ്യിലിരുന്ന പുതപ്പിനകത്തൂടെ ഒരു പകർച്ച സംഭവിച്ചു. അതുകൊണ്ട് യോർദാൻ വീണ്ടും രണ്ടായി മാറി. From the mantle of Elijah, an impartation took place to Elisha. So when Elisha smote the river Jordan, the Jordan departed. ഏലിയാവിലും എലീശായിലും പകർച്ചകൾ സംഭവിച്ചു. The transmit took place upon Elijah and Elisha. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്മിറ്റ് പ്രോസസ്സിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. In your life, you are going through a transmit process. പിന്നത്തേതിൽ എലീശ അതിശക്തമേറിയ ശുശ്രൂഷകൾ ചെയ്തു. Later on, Elisha became a mighty man of God. നിങ്ങളുടെ ജീവിതത്തിൽ Upon your life, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. God is going to do marvelous ഇത് things. നിങ്ങളുടെ ട്രാൻസ്മിറ്റിന്റെ ഇയറാണ്. This is the year of your transmit. നിങ്ങളുടെ ജീവിതം ഒരു പകർച്ചയിലേക്ക് ആകപ്പെടും. God is taking your life into a transmit. കർത്താവ് എന്തിനാണ് ഈ നന്മകളും ശുശ്രൂഷകളും നമുക്ക് തന്നത്? Why God has given this goodness and this ministry for us? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല, It is not for our personal use. മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കാനാണ്. It is for the deliverance of others. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. That's what God will do for us. ഓ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഒരു ട്രാൻസ്മിറ്റ് ലോഞ്ച് ആ പ്രോസസ്സിലൂടെ ദൈവം നിങ്ങളെ നയിക്കും. God is going to lead you to a transmit process and transmit launch. ദൈവത്തിന്റെ വലിയ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടും. Marvelous hand of God is going to stretch for you. ഇന്ന് നിങ്ങളിലേക്ക് ഒരു പകരുന്ന ശുശ്രൂഷ, ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിടുതൽ സംഭവിക്കുന്ന നിലയിൽ ദൈവം നിങ്ങളെ എത്തിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Today God is taking you to another level so that when you pray for others, the transmit will take place, that impartation will take place. I would like to pray for you. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന Lord, right now the people, those who are watching this YouTube channel, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. Lord bless your children. ഒരു വലിയ ദൈവ മഹത്വം ഇറങ്ങണമേ. Let a mighty glory of God come down. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. Thank you for your marvelous works. ഇപ്പോൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. Right now I bless these children. അങ്ങൊരു അത്ഭുതം ചെയ്താട്ടെ. Lord, send a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen.